എല്ലാവർക്കും നമസ്കാരം. ഹൈന്ദവ വിശ്വാസികളായ നാം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആചരിക്കേണ്ടതായ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഒന്നാമത്തത്, തന്നാൽ കഴിയാത്ത വഴിപാടുകൾ നേർന്നിടരുത്. രണ്ടാമത്തത്, ക്ഷേത്ര ദർശനം ആരും ക്ഷണിക്കാതെ തന്നെ പോകണം. മൂന്നാമത്തത്, ക്ഷേത്ര ദർശനത്തിന് വെറും കൈയോടെ പോകരുത്. പൂർണ്ണ മനസ്സോടെ വിളക്കിലേക്ക് എണ്ണയോ കർപ്പൂരമോ ഒരു പൂവെങ്കിലും സമർപ്പിക്കണം. നാലാമത്തത്, ക്ഷേത്രമതിൽ കെട്ടിനകത്ത് പാദരക്ഷകൾ ഉപയോഗിക്കരുത്. അഞ്ചാമത്തത്, ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കരുത്. ആറാമത്തത്, സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ക്ഷേത്രദർശനം നടത്തരുത്. ഏഴാമത്തത്, ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം ക്ഷേത്രദർശനം നടത്തുക. അശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചും അശുദ്ധിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചും ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത്. എട്ടാമത്തത്, പുല വാലായ്മ ഉള്ളപ്പോൾ ക്ഷേത്ര ദർശനം അരുത്. ഒമ്പതാമത്തത്, വിവാഹശേഷം അന്നേ ദിവസം വധൂവരന്മാർ ക്ഷേത്ര ദർശനം അരുത്. പത്താമത്തത്, ഋതുമതിയായ സ്ത്രീകൾ 7 ദിവസത്തേക്കും ഗർഭിണികൾ 7-ാം മാസം മുതൽ പ്രസവിച്ച് 90 ദിവസം കഴിയും വരെയും ക്ഷേത്ര ദർശനം അരുത്. 11, നടക്കുനേരെ നിന്ന് തൊഴരുത്. നടയുടെ ഇരുഭാഗത്ത് നിന്ന് വേണം ദർശനം നടത്തുവാൻ. 12, സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരം നടത്തരുത്. 13, ക്ഷേത്രമതിലിനകത്ത് പുകവലിക്കുകയോ മുറുക്കുകയോ തുപ്പുകയോ പാടില്ല. 14, കൊഴിഞ്ഞു വീണത്, വാടിയത്, വിടരാത്തത്, കീടങ്ങളുള്ളത്, മുടിനാരുള്ളത്, മണത്തതോ ആയ പുഷ്പങ്ങൾ ദേവന് സമർപ്പിക്കരുത്. 15, ക്ഷേത്രത്തിലേക്കുള്ള പുഷ്പങ്ങൾ, നിവേദ്യ സാധനങ്ങൾ എന്നിവ ദേവന് സമർപ്പിച്ച ശേഷം മാത്രം തീർത്ഥവും പ്രസാദവും സ്വീകരിക്കുക. 16, അഭിഷേകം നടക്കുമ്പോൾ പ്രദക്ഷിണം വെക്കരുത്. 17, ശാന്തിക്കാരന് സൗകര്യപ്പെടുന്ന സമയം വരെ പ്രസാദത്തിന് ക്ഷമയോടെ കാത്തിരിക്കുക. 18, ശാന്തിക്കാരൻ ശ്രീകോവിൽ നിന്ന് തിടപ്പള്ളിയിലേക്കും തിരിച്ച് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടതുകൊണ്ട് വഴി ഒതുങ്ങി നിൽക്കണം. 19, ആദരവോടെ ദക്ഷിണ കൊടുക്കുന്നതിലൂടെയാണ് വഴിപാട് പൂർണ്ണമാകുന്നത്. 20, ശാസ്താവിൻ്റെ മുമ്പിൽ കത്തിച്ചു വെച്ച എള്ളുതിരി തൊട്ട് വന്ദിക്കരുത്. 21, നിവേദ്യ സമയത്ത് നട അടച്ചിരിക്കുമ്പോഴും തൊഴരുത്. 22, ശ്രീകോവിലിൻ്റെ ഓവിൽ നിന്നും വരുന്ന തീർത്ഥം വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒഴുകുന്നതുകൊണ്ട് ഓവ് സ്പർശിക്കരുത്. തീർത്ഥം ശാന്തിക്കാരിൽ നിന്നും സ്വീകരിക്കുക. 23, ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഓവ് മുറിച്ച് കടക്കരുത്. 24, ക്ഷേത്രത്തിനകത്ത് ശബ്ദം നാമജപത്തിലൂടെ മാത്രം. ഓം നമഃ ശിവായ, അമ്മേ നാരായണ, ഓം നമോ നാരായണായ.